അതെൻ്റെ കട്ടിലിനടിയിൽ നിന്നാണ് കിട്ടിയത്. കേൾക്കുമ്പോൾ തോന്നും ഞാൻ എവിടെയോ വെച്ച് മറന്നുപോയതോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള കാര്യം ഞാൻ ഓർക്കാത്തതോ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ 1 വർഷമായി ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. കട്ടിലിനടിയിലെ ആ സ്ഥലം എത്രയോ വട്ടം ഞാൻ വൃത്തിയാക്കിയതാണ്. അവിടെ ഒരിക്കലും ഒരു ഡയറി ഉണ്ടായിരുന്നില്ല, ഇന്ന് രാത്രി വരെ. അതൊരു പഴയ ഡയറിയായിരുന്നു. തേഞ്ഞ തുകൽ കവർ, വശങ്ങളെല്ലാം കീറിയിരിക്കുന്നു, വർഷങ്ങളോളം ആരോ ഉപയോഗിച്ചതുപോലെ. പക്ഷെ അതിൽ പൊടിയൊട്ടും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ട് അധിക നേരം ആയിട്ടില്ലെന്ന് തോന്നിപ്പിക്കും വിധം അത് പുത്തനായിരുന്നു. കുറച്ചു നേരം ഞാനതിനെ വെറുതെ നോക്കി നിന്നു. എന്തോ ഒരു പന്തികേട് തോന്നി. അപകടകരമാണെന്ന് തോന്നിയില്ല, പക്ഷെ എന്തോ ശരിയല്ലെന്ന് മാത്രം. എങ്കിലും ഞാനത് കയ്യിലെടുത്തു. എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ കൗതുകം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഞാനത് തുറന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് അതിലെ കൈയക്ഷരമാണ്. അതെന്റേതായിരുന്നു. അതേ വടിവില്ലാത്ത അക്ഷരങ്ങൾ, ചില വാക്കുകൾ അമർത്തി എഴുതുന്ന അതേ രീതി, ടി എന്ന അക്ഷരം ചരിച്ചെഴുതുന്ന ആ ശൈലി പോലും എന്റേത് തന്നെ. എന്റെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പരിച്ചു കയറി. എങ്കിലും ഞാൻ വായന തുടർന്നു. അപ്പോഴാണ് ഞാൻ ആ തീയതി കണ്ടത്. അതോടെ എല്ലാം മാറിമറിഞ്ഞു. അതിലെ തീയതി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കൃത്യം 1 വർഷത്തിന് ശേഷമുള്ളതായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ചിരിയാണ് വന്നത്. ആരെങ്കിലും എന്നെ പറ്റിക്കാൻ ചെയ്ത പ്രകടനമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ കൂടുതൽ നോക്കുന്തോറും അതൊരു തമാശയാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്റെ കൈയക്ഷരം ഇത്ര കൃത്യമായി അനുകരിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആർക്കും കഴിയില്ല. ഞാൻ അടുത്ത പേജ് മറിച്ചു. അത് കണ്ടതും എന്റെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. അതിലിങ്ങനെ എഴുതിയിരുന്നു: നീ ഇപ്പോൾ ഇത് വായിക്കുകയാണല്ലോ, പരിഭ്രമിക്കരുത്. ഞാൻ തരിച്ചുപോയി. എന്റെ വിരലുകൾ ആ ഡയറിയുടെ വശങ്ങളിൽ മുറുകെ പിടിച്ചു. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി, ഒരു അപായ സൂചന നൽകുന്നതുപോലെ. ഞാൻ വായന തുടർന്നു. ഒരു തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ആദ്യം വിചാരിച്ചത് ജനലിന് പുറത്തുനിന്നാണെന്നാണ്. പക്ഷെ അല്ല, അത് വളരെ അടുത്തായിരുന്നു. വളരെ കൃത്യമായ ശബ്ദം. ടക്ക് ടക്ക് ടക്ക്. ശബ്ദമുണ്ടാക്കാതെ ഞാൻ പതുക്കെ എഴുന്നേറ്റു. എന്റെ കണ്ണുകൾ വാതിലിലായിരുന്നു. ആ തട്ടുന്ന ശബ്ദം നിന്നില്ല, പക്ഷെ അത് മാറിയിരുന്നു. ഞാൻ ഭയന്നൊരു കാര്യം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ആ ശബ്ദം വരുന്നത് മുറിക്ക് പുറത്തുനിന്നല്ല, അത് വരുന്നത് ഭിത്തിയുടെ ഉള്ളിൽ നിന്നാണ്. ഞാൻ പിറകോട്ട് മാറി. ആ ഡയറി വായന നിർത്താനും അത് ദൂരേക്ക് വലിച്ചെറിയാനും എന്റെ മനസ്സ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നെനിക്കറിയില്ല, എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ വീണ്ടും അടുത്ത പേജ് മറിച്ചു. അക്ഷരങ്ങൾ ഇപ്പോൾ വിചിത്രമായി തോന്നുന്നു. കൂടുതൽ ഇരുണ്ട നിറം, മഷി ഉണങ്ങാത്തതുപോലെ, ഇപ്പോഴെഴുതിയതുപോലെ. നീ കേട്ടില്ല, അതിതിനകം അകത്ത് കടന്നു കഴിഞ്ഞു. എന്റെ തൊണ്ട വറ്റിപ്പോയി. എന്തിന്റെ അകത്ത്? എവിടെ അകത്ത്? വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ അടുത്ത വരി നോക്കി. അത് പെട്ടെന്ന് തെളിഞ്ഞു വന്നതുപോലെ തോന്നി. നേരത്തെ അവിടെ അങ്ങനെയൊരു വരി ഉണ്ടായിരുന്നില്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. എല്ലാം നിശബ്ദമായി. തട്ടുന്ന ശബ്ദം നിലച്ചു. വായുപോലും നിശ്ചലമായതുപോലെ തോന്നി. ആ നിമിഷം എനിക്കറിയാമായിരുന്നു ഞാൻ അനങ്ങാൻ പാടില്ലെന്ന്, തിരിഞ്ഞു നോക്കരുതെന്ന്. പക്ഷേ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് പേടിച്ചിരിക്കുമ്പോൾ, അത് ചെയ്യാനൊരു പ്രേരണ തോന്നും. പതുക്കെ ഞാൻ തിരിഞ്ഞു. എന്റെ കണ്ണുകൾ മുറിയിലെ കണ്ണാടിയിൽ പതിച്ചു. ആദ്യമെല്ലാം സാധാരണ പോലെയായിരുന്നു. എന്റെ പ്രതിബിംബം അവിടെ നിൽക്കുന്നു, എന്നെ തന്നെ നോക്കുന്നു. അതേ നിൽപ്പ്, അതേ ഭാവം, അതേ പേടി. പക്ഷെ പെട്ടെന്ന് അത് കണ്ണു ചിമ്മി. പക്ഷെ ഞാൻ ചിമ്മിയിരുന്നില്ല. എന്റെ ശ്വാസം നിലച്ചുപോയി. അനങ്ങാൻ ശ്രമിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് അത് പുഞ്ചിരിച്ചു. അതൊരു സാധാരണ പുഞ്ചിരിയല്ല, മനുഷ്യൻ്റേതുമല്ല. വളരെ വികൃതമായ, വീതിയുള്ള ഒരു ചിരി. ഒരാളുടെ മുഖത്തുണ്ടാകാൻ പാടില്ലാത്ത തരം. എന്റെ ഹൃദയത്തിനുള്ളിൽ എന്തോ ഒന്ന് മാറുന്നതുപോലെ എനിക്ക് തോന്നി. എന്തോ ഒന്ന് ഉള്ളിൽ വന്ന് നിറഞ്ഞതുപോലെ. പിന്നീടത് സംസാരിച്ചു. ശബ്ദമുണ്ടാക്കിയല്ല, ആ മുറിയിലുമല്ല, എന്റെ തലയ്ക്കുള്ളിൽ. നീ അത് വായിച്ചു. ഇപ്പോൾ ഞാൻ നിലവിൽ വന്നിരിക്കുന്നു. ഞാൻ പിന്നിലേക്ക് വേച്ചുപോയി. കസേര തട്ടിമറിഞ്ഞു. ഡയറി എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. പേജുകൾ തനിയെ മറിയാൻ തുടങ്ങി. വേഗത്തിൽ, വളരെ വേഗത്തിൽ. അവസാനം അത് ഒരിടത്ത് നിന്നു. എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ നോക്കി. അവസാനത്തെ പേജ്, അവസാനത്തെ കുറിപ്പ്. മുകളിൽ എന്റെ പേരെഴുതിയിരിക്കുന്നു. അതിനടിയിൽ ഇനി വൈകിപ്പോയി. എനിക്ക് നല്ല തണുപ്പ് തോന്നി. ശരീരത്തിലെ ചൂട് മുഴുവൻ ചോർന്നുപോയതുപോലെ. ഏറ്റവും അവസാനത്തെ വരിയിലേക്ക് എന്റെ കണ്ണുകൾ പോയി. നാളെ നീ ഞാനായി മാറും. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല. വ്യക്തമായി ഒന്നും അറിയില്ല. എല്ലാം മങ്ങിയതുപോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്നെനിക്കറിയാം, അന്ന് രാത്രി എന്തോ മാറിമറിഞ്ഞു. എന്തോ ഒന്നെന്നെ പിന്തുടരുന്നു. അല്ലെങ്കിൽ
എന്തോ ഒന്നെന്നെ മാറ്റി പ്രതിഷ്ഠിച്ചു. കാരണം ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് എപ്പോഴും എന്നെയല്ല. ചിലപ്പോൾ ചില നിമിഷങ്ങൾക്ക് ഞാൻ മറ്റാരെയോ കാണുന്നു, നോക്കി നിൽക്കുന്ന, കാത്തിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന ഒരാളെ. ഇതിലെ ഏറ്റവും വലിയ ചതി എന്താണെന്നറിയാമോ? ഇപ്പോഴെനിക്കത് മനസ്സിലാകുന്നു. ആ ഡയറി ഒരിക്കലും ഒരു മുന്നറിയിപ്പായിരുന്നില്ല. അതൊരു കൈമാറ്റമായിരുന്നു, ഒരു ചക്രം. കാരണം ഇന്ന് രാവിലെ എനിക്കൊരു സാധനം കിട്ടി, എന്റെ മുറിയിൽ നിന്ന്. മുൻപൊരിക്കലും കാണാത്ത ഒന്ന്. തേഞ്ഞ തുകൽ കവറുള്ള ഒരു പഴയ ഡയറി. ആദ്യം കണ്ട അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, കട്ടിലിനടിയിൽ. കാത്തിരിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടി.